ഇത്രനാളും നമ്മൾ പറഞ്ഞു കേട്ടത് 1,72,00,000 രൂപ എന്നുള്ളതാണല്ലോ ഈ ചെയ്യാത്ത സേവനത്തിനുള്ള കൂലിയായി വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് വാങ്ങിയെന്നുള്ളത് പറയുന്നത്. ഇതിപ്പോൾ വരുമ്പോൾ 2,20,00,000 എന്ന 2,70,00,000 എന്ന പുതിയ കണക്ക് വരുന്നത് എങ്ങനെയാണ്? 1 കോടി അധികമായി വരുന്നത് എങ്ങനെയാണ് സലിം? ഹാഷ്മി, കണ്ടെത്തലിൽ നമ്മൾ നേരത്തെ അറിഞ്ഞതിലും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിനേക്കാൾ വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് SFIOയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. അത് 166 പേജ് നീളുന്ന കുറ്റപത്രമാണ്. അതിൽ കമ്പനികാര്യ ചട്ടങ്ങളുടെ ലംഘനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അതിലെ പല പേജുകളിലും എഴുതിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ തുക 2.70 കോടി രൂപ എക്സാലോജിക്കും CMRL തമ്മിൽ അനധികൃതമായി ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആ കണ്ടെത്തൽ. അത് അനധികൃതമാണ് എന്ന് 100% ഉറപ്പ് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കാരണം അതിനെ ചൊല്ലിയുള്ള പല ചോദ്യങ്ങൾക്കും മറുപടി ലഭിച്ചിട്ടില്ല. ഏത് ഇടപാടിനാണ്, എന്ത് സേവനത്തിനാണ് എന്നുള്ള മറുപടിയില്ല. മാസാമാസങ്ങളിലായി മുഴുവൻ തുകകളും കൃത്യം മാസങ്ങളിലായി നൽകിയ ഈ തുകകളെല്ലാം ചേർത്ത് വെച്ച 2.70 കോടി രൂപയാണ് CMRL നിന്ന് എക്സാലോജിക്ക് കൈപ്പറ്റിയത് എന്നുള്ളതും അതിൻ്റെ സേവനം എന്നറിയില്ല എന്നുള്ളതുമാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് 182 കോടിയിലധികം രൂപ CMRL അനധികൃതമായി ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് സംശയം കൂടി വെക്കുന്നുണ്ട് ഈ SFIOയുടെ കണ്ടെത്തലിൽ. അതിനെക്കുറിച്ച് ദീർഘമായ അന്വേഷണം വേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ തുകയും അതിൽ വ്യക്തമാവുകയുള്ളൂ. അത് മുഴുവൻ അഴിമതിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാസപ്പടിയോ ആണ് എന്ന് കരുതുന്നില്ല. പക്ഷേ ആ 182 കോടി രൂപയുടെ ഇടപാടിൽ ഉൾപ്പെടെ ദുരൂഹതയുണ്ട് എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. കമ്പനികാര്യ 1,72,00,000 രൂപ എന്നുള്ളതിന്റെ 2,70,00,000 കുറ്റപത്രത്തിലേക്ക് എത്തുമ്പോൾ വരുന്നുണ്ട്. എവിടെയാണ് 1 കോടി അധികം എന്നുള്ള കാര്യം എന്തായാലും അതിന് വിശദമായി കോടതിയിലേക്ക് ആ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഞാൻ എത്താം സലീം.